വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ ഒന്നാംഘട്ട ഉദ്ഘാടന ചടങ്ങിനിടെ വിവാദവും. കൽപ്പറ്റ എംഎൽഎ ടി സിദ്ദിഖിനെ ചടങ്ങിനെത്തിയ LDF പ്രവർത്തകർ കൂവി വിളിച്ചതാണ് വിവാദത്തിന് കാരണം. ഇതിനിടെ ഞങ്ങൾ എവിടെയും കല്ലിട്ട് പോകാറില്ലെന്ന മന്ത്രി കെ രാജന്റെ പരാമർശത്തിനെതിരെ ടി സിദ്ദിഖും രംഗത്തെത്തി. ബഹുമാനപ്പെട്ട MLA ടി സിദ്ദിഖിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജൂലൈ മാസം 30-ാം തീയതി പുലർച്ചെ 1:30 മണിക്ക് വയനാട് ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ജയതിലക മന്ത്രിമാരെയെല്ലാം സ്വാഗതം ചെയ്ത കൽപ്പറ്റ MLA ടി സിദ്ദിഖിനെ സ്വാഗതം ചെയ്യുമ്പോഴാണ് സദസ്സിൽ നിന്നും കൂവലുയർന്നത്. പിന്നീട് അധ്യക്ഷ പ്രസംഗം നടത്തിയ മന്ത്രി കെ രാജൻ കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചു. ഞങ്ങൾ കല്ലിട്ട് പോകുന്നവരല്ലെന്ന മന്ത്രി. പുഞ്ചിരി മറ്റത്ത് ഉയരത്തിൽ പൊട്ടിയ ഉരുളിൽ നിന്ന് തിരിച്ചു വന്ന മനുഷ്യർക്ക് പുഞ്ചിരി തൂകാൻ പറ്റുന്ന ഒരു മുറ്റമുണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ ഗവൺമെന്റ് ഈ വീടുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നത്. ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. തുടർന്ന് ആശംസ പ്രസംഗം നടത്താനായി സിദ്ദിഖിനെ ക്ഷണിച്ചപ്പോഴും ഒരു വിഭാഗം കൂകി വിളിച്ചു. ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA ശ്രീ ടി സിദ്ദിഖ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. അർദ്ധരാത്രിയിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉൾപ്പെടെ സിദ്ദിഖ് പ്രസംഗിക്കുമ്പോഴും കൂവൽ തുടർന്നു. ഇതോടെ അങ്ങനെ ചെയ്യരുതെന്നാവശ്യപ്പെട്ട DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് സദസ്സിലേക്ക് ഇറങ്ങി. എന്നാൽ കല്ലിട്ട് പോകുന്നവരല്ല എന്ന മന്ത്രി രാജന്റെ വിമർശനത്തിന് സിദ്ദിഖ് വേദിയിൽ വെച്ച് തന്നെ മറുപടി നൽകി. ബഹുമാന്യനായ മന്ത്രി ഇവിടെ സംസാരിച്ച വേള സൂചിപ്പിച്ചു, തറക്കല്ലിട്ട് ആരും പോവില്ല. ഇന്നലെ 52 വീടുകൾ ഇന്നലെ കൈമാറിയിട്ടുണ്ട്. ബാക്കി എല്ലാ വീടുകളും കൈമാറാനുള്ള നടപടികളും നമ്മളെല്ലാവരും സ്വീകരിച്ചു. ചടങ്ങിന് ശേഷം കൂവൽ ആസൂത്രിതമാണെന്ന് സംശയിക്കുന്നതായും മന്ത്രിയുടെ പരാമർശം ശരിയായില്ലെന്നും ടി സിദ്ദിഖ് പ്രതികരിച്ചു. വയനാടിന് പുറത്തുനിന്നുള്ളവരാണ് കൂവിയത്. ദുരിതബാധിതർ കൈയടിക്കുകയാണ് ചെയ്തതെന്നും സിദ്ദിഖ്. ഈ ദുരന്തബാധിതരായ ഒരാൾ പോലും അവിടെ നിന്ന് ഒരു അപശബ്ദം ഉണ്ടാക്കിയില്ല, ഒരു സംസാരം ഉണ്ടാക്കിയില്ല. ഞാൻ സംസാരിക്കുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് ചില ആളുകൾ കൈയടിക്കുന്നവരെ ഉണ്ടായിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിനൊപ്പം നിന്നയാളാണ് താനെന്നും കുറവുകൾ ഉണ്ടായിട്ടും അതൊന്നും ഉദ്ഘാടന ചടങ്ങിൽ പറയാൻ ശ്രമിച്ചിട്ടില്ലെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. ന്യൂസ് മലയാളം, വയനാട്.